യാഗം വിജയകരമായി പൂർത്തിയായ ശേഷം വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും സഹിതം മിഥിലാനഗരിയിലേക്കുള്ള യാത്രയാരംഭിച്ചു. വഴിയിലൂടെയായിരുന്നു അവരുടെ മുന്നിലെത്തിയത് ഒരു അത്ഭുതകരമായ സംഭവവികാസം, അഹല്യാമോക്ഷം. വിശ്വാമിത്രൻ അവരെ ഒരു പഴയ ആശ്രമഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരിക്കൽ ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഇവിടെ മഹർഷിയുടെ ഭാര്യയായിരുന്ന അഹല്യയ്ക്ക് ഒരിക്കലൊരു ദുഷ്പ്രസംഗം സംഭവിച്ചു. ഇന്ദ്രന്റെ വഞ്ചനയും ഗൗതമ മഹർഷിയുടെ കോപവും മൂലം അവൾക്ക് കല്ലായിത്തീരേണ്ടി വന്നു. മഹർഷിയുടെ ശാപപ്രകാരം ത്രേതായുഗത്തിൽ വിഷ്ണുവിന്റെ അവതാരനായ നീയുടെ പാദസ്പർശം ലഭിച്ചാൽ മാത്രമേ അവൾ മോക്ഷം പ്രാപിക്കുകയുള്ളൂ. രാമൻ ആശ്രമത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ പാദം അഹല്യയുടെ ശിലാശരീരത്തെ സ്പർശിച്ചയുടൻ അത്ഭുതം നടന്നു. ശിലരൂപം മാറി തന്റെ പഴയ സൗന്ദര്യത്തിൽ അഹല്യ പ്രത്യക്ഷയായി. കണ്ണുനീരോടെ അഹല്യ രാമനെ വണങ്ങി. പ്രഭു, നിങ്ങളുടെ പാദസ്പർശം എന്റെ അനവധി കാലത്തെ ദുഃഖത്തിനും ഏകാന്തതയ്ക്കും അന്ത്യം കുറിച്ചു. ഞാൻ മോക്ഷം പ്രാപിച്ചു, അവൾ പറഞ്ഞു. ഗൗതമ മഹർഷിയും ദിവ്യദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാര്യയെ അനുഗ്രഹിച്ചു. രാമന്റെ ധർമ്മവും കരുണയും വാഴ്ത്തി. ഇതിനുശേഷം അവർ